നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ മുഹമ്മദ് അർഷദ്, അതായത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി, പിന്നെ കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഡോക്ടർ വിവേക് ജി, ഇവർ തയ്യാറാക്കിയ പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്ന ഓഡിയോ പഠന സഹായികളുടെ പരമ്പരയിലെ പുതിയൊരു ഭാഗമാണിത്. ഇത് പ്രധാനമായും ആർക്കു വേണ്ടിയെന്ന് വെച്ചാൽ ദീർഘകാല പരിചരണം നൽകുന്ന സാധാരണക്കാരായ പരിചാരകർ, നഴ്സിംഗ് അസിസ്റ്റന്റ്മാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, നമ്മുടെ അങ്കണവാടി ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, പിന്നെ വീട്ടിൽ പ്രിയപ്പെട്ടവരെ നോക്കുന്ന കുടുംബാംഗങ്ങൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ഘടകങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത് ആശ്രയിച്ചു കഴിയുന്നവരുടെ വായിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ദിവസേനയുള്ള വായുടെ ശുചിത്വം എങ്ങനെ ചെയ്യാം, ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കിടപ്പിലായവരുടെയും പ്രായമായവരുടെയും ഒക്കെ വായുടെ ആരോഗ്യം നോക്കുന്നതിൽ നിങ്ങളെയും ഒരു പ്രധാന പങ്കാളിയാക്കുക, അതാണ് ലക്ഷ്യം. ഇന്ന് നമ്മൾ 7ാമത്തെ ഘടകമാണ് നോക്കുന്നത്. വീട്ടിൽ വെച്ചൊരാളുടെ വായ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അണുബാധ നിയന്ത്രണം, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ, പിന്നെ സുരക്ഷാ മുൻകരുതലുകൾ. ഇതാണ് വിഷയം. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. കാരണം നമ്മളൊരാളുടെ വായു വൃത്തിയാക്കുമ്പോൾ സ്വാഭാവികമായും ഉമിനീര്, കഫം, ചിലപ്പോൾ രക്തം കാണും. അപ്പോൾ ഇവയുമായി നമ്മൾ നേരിട്ടിടപെടുകയാണ്. ഇത് രോഗാണുക്കൾ പകരാനൊരു സാധ്യതയുണ്ടാക്കുന്നുണ്ട്, രോഗിയിൽ നിന്ന് നമ്മളിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് നമ്മളിൽ നിന്ന് രോഗിയിലേക്കോ. അതുപോലെ നമ്മളുപയോഗിക്കുന്ന ടൂൾസ്, ഉപകരണങ്ങൾ, അത് പങ്കുവച്ചാൽ ഒരു രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്കും അണുക്കൾ പകരാം. ഈ അണുക്കൾ പകരാമെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടി തോന്നാം, അല്ലേ? പ്രത്യേകിച്ച് വീട്ടിലെ സാഹചര്യങ്ങളിൽ പരിചരിക്കുമ്പോൾ. പക്ഷെ നമ്മളിന്ന് പേടിക്കേണ്ട കാര്യങ്ങളല്ല പറയുന്നത്, മറിച്ച് വളരെ ലളിതമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മുൻകരുതലുകളാണ്. വീട്ടിലെ സാധാരണ സൗകര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്കും നിങ്ങൾ നോക്കുന്ന ആൾക്കും ഒരുപോലെ സേഫ് ആയിരിക്കാനുള്ള വഴികൾ. ഒരു ചൊല്ലുണ്ട്, വൃത്തിയുള്ള കൈകൾ ജീവൻ രക്ഷിക്കും, വൃത്തിയുള്ള ഉപകരണങ്ങൾ പുഞ്ചിരി സംരക്ഷിക്കുമെന്ന്. അതിവിടെ വളരെ ശരിയാണ്. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും പ്രധാനമായും ഒരു 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത വരും. 1. വായ വൃത്തിയാക്കുമ്പോൾ എങ്ങനെയാണ് ഈ അണുബാധ പടരാൻ സാധ്യത, അത് മനസ്സിലാക്കാം. 2. കൈ കഴുകുന്നത് എന്തിനാണ് ഇത്ര പ്രധാനം, അതെങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത്. 3. വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, അതായത് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതെന്തൊക്കെയാണ്, വീട്ടിലത് എങ്ങനെ ലളിതമായി ഉപയോഗിക്കാം. 4. നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ്, മറ്റു സാധനങ്ങൾ, അതൊക്കെ എങ്ങനെ വൃത്തിയാക്കി അണുവിമുക്തമാക്കി വയ്ക്കാം. പിന്നെ 5. ഉപയോഗിച്ച സാധനങ്ങൾ, ആ മാലിന്യം എങ്ങനെ സുരക്ഷിതമായി കളയാമെന്നതും. ശരി, അപ്പം നമുക്കതിൻ്റെ ഒരു ബേസിക്സിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ അണുബാധ നിയന്ത്രണം, ഇൻഫെക്ഷൻ കൺട്രോൾ ഇത്ര പ്രധാനമായി വരുന്നത്? ഇത് കോവിഡ്, ഹെപ്പറ്റൈറ്റിസ്, TB അങ്ങനെയുള്ള വലിയ അസുഖങ്ങളെ തടയുന്നത് മാത്രമാണോ ഇതിന്റെ ഉദ്ദേശം, അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? നല്ല ചോദ്യമാണ്. വലിയ രോഗങ്ങളെ തടയുന്നതിൽ ഇതിന് പങ്കുണ്ട്, ശരിയാണ്. എന്നാൽ അതിനേക്കാൾ അടിസ്ഥാനപരമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അണുബാധയുടെ ശൃംഖല, അഥവാ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതിനെ എവിടെയെങ്കിലും വെച്ച് തടസ്സപ്പെടുത്തുക എന്നതാണ്. വീട്ടിലെ പരിചരണത്തിൽ ഇതിന് പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ആശുപത്രി പോലെ എപ്പോഴും എല്ലാ സൗകര്യങ്ങളും വീട്ടിലുണ്ടാവില്ല. ഒരു ടവൽ തന്നെ പല ആവശ്യത്തിനും ഉപയോഗിക്കാം. രോഗിയുടെ പ്രതിരോധശേഷി ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വായിലെ ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൂടാനും മറ്റുള്ളവരിലേക്ക് പകരാനും സാധ്യതയുണ്ട്. ഈ അണുബാധയുടെ ശൃംഖല, അഥവാ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്നൊന്നുകൂടി വ്യക്തമാക്കാമോ? എങ്ങനെയാണ് ആ ചങ്ങല പ്രവർത്തിക്കുന്നത്? ഘടകങ്ങൾ അതൊരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഒന്ന് കഴിഞ്ഞു ഒന്നായി വരണം. ഇതിലേതെങ്കിലും ഒരു കണ്ണി പൊട്ടിയാൽ മതി, ആ അണുബാധ അവിടെ നിൽക്കും, പകരില്ല. ഇതാണ് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെയും പിന്നിലുള്ള ആശയം. നമുക്ക് ആ 6 കണ്ണികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. രോഗാണു അഥവാ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇതാണ് മൂലകാരണം. ബാക്ടീരിയയോ വൈറസോ ഫംഗസോ, അസുഖമുണ്ടാക്കാൻ കഴിവുള്ള സൂക്ഷ്മാണോ. 2. സംഭരണി, റിസർവോയർ. ഈ രോഗാണുവിന് ജീവിക്കാനും വളരാനും ഒരു സ്ഥലം വേണം. അത് ചിലപ്പോൾ രോഗിയുടെ വായയാകാം, തൊലിയാകാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൃത്തിയില്ലാത്ത ഉപകരണങ്ങളുമാകാം. 3. പുറത്തേക്കുള്ള വഴി, എക്സിറ്റ് റൂട്ട്.
ഈ സംഭരണിയിൽ നിന്ന് രോഗാണുവിന് പുറത്തുവരണം. എങ്ങനെ വരും? ഉമിനീരിലൂടെ, രക്തത്തിലൂടെ, അല്ലെങ്കിൽ തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോഴൊക്കെ പുറത്തേക്ക് വരുന്ന കണങ്ങളിലൂടെ. നാലാമത്തേത് പകരുന്ന രീതി, ട്രാൻസ്മിഷൻ. പുറത്തുവന്ന രോഗാണു ഇനി അടുത്ത ആളിലേക്ക് എത്തണം. അത് നമ്മുടെ കൈകളിലൂടെയാകാം, ഇതാണ് ഏറ്റവും കോമൺ. അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച സാധനങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വായുവിലൂടെയുള്ള കണങ്ങളിലൂടെയുമാകാം. അഞ്ചാമത് ഉള്ളിലേക്കുള്ള വഴി, എൻട്രി റൂട്ട്. പുതിയ ആളുടെ ശരീരത്തിലേക്ക് ഈ രോഗാണുവിന് കടക്കാൻ ഒരു വഴി വേണം. അത് വായിലൂടെയോ മൂക്കിലൂടെയോ കണ്ണിലൂടെയോ തൊലിയിലെ മുറിവുകളിലൂടെയോ ആകാം. ആറാമത്തെ കണ്ണി, എളുപ്പം രോഗം ബാധിക്കാവുന്നയാൾ, സസെപ്റ്റിബിൾ ഹോസ്റ്റ്. അതായത് രോഗാണു ചെന്നാൽ അസുഖം വരാൻ സാധ്യതയുള്ള പ്രതിരോധശേഷി കുറഞ്ഞ ഒരാൾ. പ്രായമായവർ, മറ്റ് അസുഖമുള്ളവർ, ഇവരൊക്കെ ഈ കൂട്ടത്തിൽ വരും. ഈ 6 ഘടകങ്ങളും ചേരുമ്പോഴാണ് ആ ശൃംഖല പൂർത്തിയാകുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതിലെ ഏറ്റവും വീക്കായ കണ്ണിയെ ബ്രേക്ക് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ശൃംഖലയിലെ കണ്ണികൾ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി ഏതായിരിക്കും? നമ്മളെ കൈകൾ തന്നെയാണോ? വളരെ ശരിയാണ്. ഈ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ എന്നാൽ ഏറ്റവും എഫക്റ്റീവായ കാര്യം കൈകളുടെ ശുചിത്വം, അതായത് ഹാൻഡ് ഹൈജീൻ ഉറപ്പാക്കുക എന്നതാണ്. എപ്പോഴൊക്കെ കൈ കഴുകണം എന്നതിന് കൃത്യമായ ചില സമയങ്ങളുണ്ട്. ഒന്ന്, രോഗിയുടെ മുഖത്തോ വായിലോ തൊടുന്നതിന് തൊട്ടുമുൻപ്. ഇത് പലപ്പോഴും നമ്മൾ വിട്ടുപോകും. പക്ഷേ രോഗിക്ക് നമ്മളിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാൻ ഇത് വളരെ പ്രധാനമാണ്. പിന്നെ രോഗിയുടെ വായ വൃത്തിയാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ അവരുടെ പല്ല് സെറ്റ്, ഡെൻച്ചർ ഒക്കെ എടുത്താലും വെച്ചാലും അതിനുശേഷം. കയ്യുറ, അതായത് ഗ്ലോവ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി മാറ്റിയ ഉടനെയും കൈ കഴുകണം. കാരണം ഗ്ലോവ്സ് 100% പ്രൊട്ടക്ഷനല്ല, അതിൽ കാണാത്ത സുഷിരങ്ങളുണ്ടാവാം. പിന്നെ അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന എവിടെയെങ്കിലും തൊട്ടാൽ. ചുരുക്കി പറഞ്ഞാൽ ഓരോ തവണ വായ പരിചരിക്കുന്നതിന് മുൻപും ശേഷവും കൈ കഴുകുക എന്നതൊരു ശീലമാക്കണം. കൈ കഴുകണം എന്നത് മനസ്സിലായി. പക്ഷേ ഈ തിരക്കിനിടയിൽ നമ്മളൊക്കെ സോപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കഴുകുകയുള്ളൂ പലപ്പോഴും. അതുകൊണ്ട് കാര്യം നടക്കുമോ? അതിന്റെ ശരിയായ രീതി എന്താണ്? എത്ര നേരം വേണം? അതൊരു പ്രധാന പോയിന്റാണ്. വെറുതെ വെള്ളമൊഴിച്ചാലോ സോപ്പ് തേച്ചാലും മാത്രം പോരാ. അതിന്റെ ശരിയായ രീതി: ഒന്നാമതായി, ഒഴുകുന്ന ശുദ്ധജലത്തിൽ കൈ നന്നായി നനയ്ക്കുക. രണ്ടാമത്, ആവശ്യത്തിന് സോപ്പെടുത്ത് നന്നായി പതപ്പിക്കണം. മൂന്നാമത്, കുറഞ്ഞത് 20 സെക്കൻഡ് നേരം. ഒരു 20 സെക്കൻഡെങ്കിലും കൈകൾ നന്നായി ഉരസണം. ഈ സമയം പ്രധാനമാണ്. കാരണം സോപ്പിന് അണുക്കളുടെ പുറത്തുള്ള ആവരണത്തെ നശിപ്പിക്കാൻ അത്രയും സമയം വേണം. കൈപ്പത്തിയുടെ ഉൾവശം, പുറംഭാഗം, വിരലുകളുടെ ഇടകൾ, തള്ളവിരലിനു ചുറ്റും, വിരലുകളുടെ തുമ്പ്, പ്രത്യേകിച്ച് നഖങ്ങൾക്കടിയിൽ, ഇവിടെയെല്ലാം നന്നായി ഉരസി കഴുകണം. നഖങ്ങൾക്കടിയിലാണ് അണുക്കൾക്ക് പ്രധാനമായും ഒളിച്ചിരിക്കാൻ പറ്റുന്നത്. നാലാമത്, ഒഴുകുന്ന വെള്ളത്തിൽ കൈ നന്നായി കഴുകി സോപ്പിന് അംശം മുഴുവൻ കളയുക. അഞ്ചാമത്, വൃത്തിയുള്ളൊരു തുണി കൊണ്ടോ ടവൽ കൊണ്ടോ തുടച്ചു ഉണക്കുക, അല്ലെങ്കിൽ എയർ ഡ്രൈ ചെയ്യുക. നനഞ്ഞ കൈയിൽ അണുക്കൾ പെട്ടെന്ന് വളരും. ഇനിയിപ്പോൾ വെള്ളവും സോപ്പും കിട്ടാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാം. പക്ഷേ അതിൽ കുറഞ്ഞത് 60% ആൽക്കഹോൾ കണ്ടന്റ് വേണം. അതും കൈയിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ചു പിടിപ്പിച്ച് ഉണങ്ങുന്നതുവരെ റബ്ബ് ചെയ്യണം. പക്ഷെ ഓർക്കണം, കയ്യിൽ അഴുക്ക് കാണുന്നുണ്ടെങ്കിൽ സാനിറ്റൈസർ മാത്രം പോരാ, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക തന്നെ വേണം. ഓക്കേ. പിന്നെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയായി വെക്കുന്നതും ഈ പരിചരണം ചെയ്യുമ്പോൾ മോതിരം, വള അതൊക്കെ ഊരി വെക്കുന്നതും അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. കൈകളുടെ കാര്യം ക്ലിയറായി. ഇനി ഈ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ ഇടുന്ന ആ വലിയ കിറ്റാണ്. വീട്ടിലതൊക്കെ പ്രായോഗികമാണോ? അതോ അതിലും സിമ്പിളായിട്ട് വല്ലതും മതിയോ? തീർച്ചയായും. വീട്ടിലെ പരിചരണത്തിന് ആശുപത്രിയിലെ പോലെ അത്രയും വലിയ സജ്ജീകരണങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള ചില സംരക്ഷണം നമുക്ക് വേണം. ഉമിനീരിൽ നിന്നും മറ്റ് ദ്രാവകങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ തന്നെ രക്ഷിക്കാൻ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ മതിയാകും. ഒന്ന്, കയ്യുറകൾ, ഗ്ലൗസ്. ഇത് നിർബന്ധമാണ്. ഡിസ്പോസബിൾ, അതായത് ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുന്നത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന തരം റബ്ബർ കയ്യുറകൾ ഇതിനായി മാത്രം മാറ്റിവെക്കാം. ഓരോ ഉപയോഗം കഴിഞ്ഞും അത് സോപ്പിട്ട് കഴുകി ഉണക്കി സൂക്ഷിക്കണം. ശരി. 2,
മുഖാവരണം, ഫേസ് മാസ്ക്. രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ പുറത്തേക്ക് വരുന്ന ചെറിയ കണങ്ങൾ നമ്മൾ ശ്വസിക്കുന്നത് തടയാൻ ഇത് സഹായിക്കും. ദിവസവും കഴുകി ഉപയോഗിക്കാവുന്ന സാധാരണ കോട്ടൺ മാസ്ക് മതി. മൂന്നാമത്, ഏപ്രൺ അല്ലെങ്കിൽ ഒരു തൂവാല. നമ്മുടെ ഡ്രസ്സിലേക്ക് ഉമിനീരോ മറ്റോ തെറിക്കാതിരിക്കാൻ ഒരു ഏപ്രൺ ഇടുന്നത് നല്ലതാണ്. സാധാ കിച്ചൺ ഏപ്രൺ മതി, അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ടവല് കഴുത്തിൽ കെട്ടിയാലും മതി. നാലാമതായി, കണ്ണട. ഇത് എപ്പോഴും വേണ്ടിവരില്ല, പക്ഷെ ചിലപ്പോൾ വായ കഴുകിക്കുമ്പോൾ വെള്ളവോ ഉമിനീരോ കണ്ണിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ കണ്ണട വയ്ക്കുന്നവർക്ക് അത് മതി. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു സാധാരണ ഗ്ലാസോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ സുതാര്യമായ ഒരു ഫേസ് ഷീൽഡോ ഉപയോഗിക്കാം. സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ മാത്രം മതി. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തത് എന്താണ്? ഒരു ഗോൾഡൻ റൂൾ പോലെ. ആ ഗോൾഡൻ റൂൾ ഇതാണ്: വായ വൃത്തിയാക്കുമ്പോൾ എപ്പോഴും കയ്യുറകളും മാസ്കും നിർബന്ധമായും ധരിക്കുക. ഈ രണ്ടെണ്ണവും ഒരു കോംപ്രമൈസും ഇല്ലാതെ പാലിക്കണം. അത് കഴിഞ്ഞുടനെ ഊരിമാറ്റുക, എന്നിട്ട് കൈകൾ ശരിയായി കഴുകുക. ഓക്കെ, അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്. ടൂത്ത് ബ്രഷ്, നാക്ക് വടിക്കുന്നത്, പല്ല് സെറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷ്, അത് വയ്ക്കുന്ന പാത്രം, ഇതിൻ്റെയൊക്കെ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഉപകരണങ്ങളുടെ ശുചിത്വം വളരെ പ്രധാനമാണ്. കാരണം ഇവ നേരിട്ട് വായിലിടുന്നതാണല്ലോ. ഓരോന്നിനും അതിൻ്റേതായ രീതിയുണ്ട്. ടൂത്ത് ബ്രഷുകൾ, ഇത് ഏറ്റവും പ്രധാനം. ഓരോ രോഗിക്കും സ്വന്തമായി ബ്രഷ് വേണം. ഉപയോഗം കഴിഞ്ഞ് നല്ലവണ്ണം വെള്ളത്തിൽ കഴുകുക. എന്നിട്ട് ബ്രഷിലെ വെള്ളം നന്നായി കുടഞ്ഞു കളഞ്ഞിട്ട് ബ്രഷിന്റെ തരഭാഗം മുകളിലേക്ക് വരത്തക്ക വിധം വെച്ച് ഉണങ്ങാൻ വെക്കണം. ഒരടഞ്ഞ കപ്പിലിട്ട് വെക്കരുത്, പൂപ്പൽ വരും. ഓരോ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ നാരുകൾ വളഞ്ഞു പോകുമ്പോഴോ മാറ്റണം. ഒരു കാരണവശാലും ഒരാളുടെ ബ്രഷ് മറ്റൊരാൾ ഉപയോഗിക്കരുത്, വീട്ടിലുള്ളവർ തമ്മിൽ പോലും. സ്വാബ് സ്റ്റിക്കുകൾ അല്ലെങ്കിൽ പഞ്ഞിയോ ഗാസോ വെച്ചാണ് വാ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ വായുടെ ഓരോ ഭാഗം തുടയ്ക്കാനും പുതിയ പഞ്ഞി എടുക്കണം. ഉപയോഗിച്ച പഞ്ഞി വീണ്ടും ലായനിയിൽ മുക്കി ഉപയോഗിക്കരുത്. ഒറ്റത്തവണ ഉപയോഗിച്ച് കളയുക. പല്ലു സെറ്റ് ബ്രഷുകളും പാത്രങ്ങളും, ഡെൻച്ചർ വൃത്തിയാക്കുന്ന ബ്രഷും അത് വെക്കുന്ന പാത്രവും ഓരോ ഉപയോഗം കഴിഞ്ഞും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. ഇടയ്ക്കിടെ ഒരു നീർപ്പിച്ച അണുനാശിനി ലായനിയിൽ കുറച്ചുനേരം മുക്കി വയ്ക്കുന്നതും നല്ലതാണ്. ഇതും നന്നായി ഉണങ്ങിയ ശേഷമേ സൂക്ഷിക്കാവൂ. സംഭരണം. ഈ എല്ലാ ഉപകരണങ്ങളും വൃത്തിയുള്ളതും ഉണങ്ങിയതും അടച്ചുവെക്കാൻ പറ്റുന്നതുമായ ഒരു പെട്ടിയിലോ കണ്ടെയ്നറിലോ വയ്ക്കുക. രോഗിയുടെ ബെഡിന്റെ അടുത്തോ പൊടിയുള്ള സ്ഥലത്തോ വെക്കരുത്. ഒന്നിൽ കൂടുതൽ ആളുകളെ നോക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും സാധനങ്ങൾ വേറെ വേറെ പേരെഴുതിയ പെട്ടികളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അണുനാശിനി ലായനി എന്ന് പറഞ്ഞല്ലോ, കടകളിൽ നിന്ന് വാങ്ങുന്ന ഡിസിൻഫെക്റ്റൻസ് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. കടകളിൽ കിട്ടുന്നത് നല്ലതാണ്, പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല. വീട്ടിലെ ചില സാധനങ്ങൾ വെച്ച് നല്ല അണുനാശിനികൾ ഉണ്ടാക്കാം. പക്ഷേ ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധ വേണം. ഒന്ന്, 1% ബ്ലീച്ചിംഗ് ലായനി. ഇത് നല്ല ഇഫക്റ്റീവാണ്. 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ, അതായത് ഒരു 15 ml സാധാരണ ബ്ലീച്ചിംഗ് പൗഡറോ ലായനിയോ ചേർത്താൽ മതി. ഈ പല്ല് സെറ്റ് വയ്ക്കുന്ന പാത്രം, ട്രേ, വീണ്ടും ഉപയോഗിക്കുന്ന റബ്ബർ ഗ്ലൗസ്, ഇതൊക്കെ കഴുകിയ ശേഷം ഈ ലായനിയിൽ ഒരു 10-15 മിനിറ്റ് മുക്കിവെക്കാം. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി ഉണങ്ങണം. പക്ഷേ ശ്രദ്ധിക്കണം, ബ്ലീച്ച് ലോഹങ്ങളെ കേടുവരുത്തും. സ്റ്റീൽ പാത്രമൊന്നും ഇതിലിടരുത്. പിന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം. നല്ല കാറ്റോട്ടമുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യണം. ഇത് ശ്വസിക്കരുത്. ഓക്കെ, അത് പ്രധാനമാണ്. 2, 70% ആൽക്കഹോൾ. ഹാൻഡ് സാനിറ്റൈസറായി കിട്ടുന്ന 70% ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ചില ഉപകരണങ്ങളുടെ പുറംഭാഗം തുടയ്ക്കാനും ടേബിൾ പോലുള്ള പ്രതലങ്ങൾ വൃത്തിയാക്കാനും ഉപയോഗിക്കാം. 3, ഡെറ്റോൾ അല്ലെങ്കിൽ സാവ്ലോൺ. ഇതൊക്കെ സാധാരണ ക്ലീനിങ്ങിന് നേർപ്പിച്ചുപയോഗിക്കാം. അതിൻ്റെ കുപ്പിയുടെ പുറത്ത് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം നോക്കണം. ഉദാഹരണത്തിന്, ഡെറ്റോൾ സാധാരണ 1:40 അനുപാതത്തിലാണ് നേർപ്പിക്കേണ്ടത്. അതായത് 1 അളവ് ഡെറ്റോളിന് 40 അളവ് വെള്ളം. ആ അനുപാതം പ്രധാനമാണ്. 4, ഉപ്പുവെള്ളം. ഇത് അണുനാശിനിയല്ല, പക്ഷേ വായ കഴുകാനും വൃത്തിയാക്കാനും നല്ലതാണ്. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പ്, അത്രയുള്ളൂ. ഇവയുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ദിവസവും പുതിയതുണ്ടാക്കുന്നതാണ് നല്ലത്.
വെക്കുന്ന കുപ്പിയിൽ ലേബലൊട്ടിക്കണം, എന്താണ് എന്നുണ്ടാക്കി എന്നൊക്കെ. പിന്നെ ഒരു കാരണവശാലും ഈ ബ്ലീച്ചും ആസിഡും പോലുള്ള കെമിക്കൽസ് മിക്സ് ചെയ്യരുത്. അത് അപകടമാണ്. പേസ്റ്റ്, ഉപയോഗിച്ച പഞ്ഞി, ഗ്ലൗസ്, മാസ്ക് ഇതെങ്ങനെയാണ് സുരക്ഷിതമായി കളയേണ്ടത്? വെറുതെ പുറത്തേക്ക് എറിയാൻ പറ്റില്ലല്ലോ. ഇല്ല, തീർച്ചയായുമില്ല. ഈ ഉപയോഗിച്ച സാധനങ്ങളിൽ അണുക്കളുണ്ടാവാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ചെയ്യേണ്ടത് ഇതാണ്: ഉപയോഗിച്ച പഞ്ഞി, കോസ്, ഡിസ്പോസിബിൾ ഗ്ലൗസ്, മാസ്ക്, ടിഷ്യൂ ഒക്കെ അപ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക. ആ കവറ് രോഗിയുടെ റൂമിൽ തുറന്നു വെക്കരുത്. ഉടനെ നന്നായി കെട്ടി അണക്കണം. എന്നിട്ട് നിങ്ങളുടെ നാട്ടിലെ നിയമമനുസരിച്ച് സാധാരണ വീട്ടിലെ വേസ്റ്റിന്റെ കൂടെ ഇത് കളയാം. ഹരിതകർമ്മസേനയ്ക്കോ മറ്റോ കൊടുക്കാം. ഇനി വീണ്ടും ഉപയോഗിക്കുന്ന ഗ്ലൗസോ ഏപ്രണോ ആണെങ്കിൽ അത് ഊർന്നതിന് മുമ്പ് തന്നെ അതിന്റെ പുറം ഭാഗം ഒരു അണുനാശിനി വെച്ച് തുടക്കുകയോ കഴുകുകയോ ചെയ്യുക. എന്നിട്ട് ഊരി സോപ്പും വെള്ളവും ഉപയോഗിച്ച് അകവും പുറവും നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ഗ്രാമപ്രദേശങ്ങളിലോ മറ്റോ ഈ മാലിന്യം കളയാൻ പ്രത്യേക സംവിധാനമില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ അളവിലുള്ള ഈ പഞ്ഞി, ഗോസ് പോലുള്ള വേസ്റ്റ് അത് വീടുകളിൽ നിന്നും കിണറ്റിൽ നിന്നുമൊക്കെ ദൂരെ മാറി ഒരു ചെറിയ കുഴിയെടുത്ത് അതിലിട്ട് കത്തിക്കാം. പ്ലാസ്റ്റിക് ഗ്ലൗസ് കത്തിക്കുന്നത് ഒഴിവാക്കണം. ഒരു കാരണവശാലും ഇത് പുഴയിലോ തോട്ടിലോ അടുത്തുള്ള ജലാശയങ്ങളിലൊന്നും വലിച്ചെറിയരുത്. നമ്മൾ രോഗിയുടെ സുരക്ഷയെപ്പറ്റി ഒരുപാട് പറഞ്ഞു. ഇനി പരിചരിക്കുന്നയാളുടെ സംരക്ഷണം, കെയർ ഗിവർ പ്രൊട്ടക്ഷൻ ആൻഡ് സെൽഫ് കെയർ. മറ്റൊരാളെ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ സംരക്ഷിക്കണം? നമ്മുടെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റൊരാളെ നന്നായി നോക്കും? വളരെ ശരിയാണ്. പരിചരിക്കുന്ന ആളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ PPE, അതായത് ഗ്ലൗസും മാസ്കും ഒക്കെ ഉപയോഗിക്കുക. പരിചരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തും കണ്ണിലും മൂക്കിലുമൊക്കെ വെറുതെ തൊടുന്നത് ഒഴിവാക്കുക. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവോ പോറലോ ഉണ്ടെങ്കിൽ അത് വെള്ളം കടക്കാത്ത ഒരു ബാൻഡേജ് വെച്ച് മറച്ചിട്ട് വേണം പരിചരിക്കാൻ. വ്യക്തി ശുചിത്വം: ദിവസവും കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഓരോ തവണ രോഗിയെ നോക്കിയ ശേഷവും കൈയും മുഖവുമൊക്കെ നന്നായി കഴുകുന്നത് നല്ലതാണ്. പ്രതിരോധ കുത്തിവെപ്പുകൾ, വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസ് ബി, ടെറ്റനസ്, TT പോലുള്ള വാക്സിനുകൾ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ആരോഗ്യപ്രവർത്തകരോട് ചോദിച്ച് അത് ചെയ്യാം. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പനി, തൊലിപ്പുറത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ, ചുമ, ശ്വാസമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാര്യമായി ചെയ്യണം. ഇത് നമ്മളിൽ നിന്ന് രോഗിക്ക് അസുഖം വരുന്നത് തടയും. ഈ ശാരീരികമായ കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമല്ലേ പരിചരിക്കുന്നവരുടെ ഒരു മാനസികാരോഗ്യവും? കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിചരണം എന്ന് പറയുന്നത് വലിയൊരു ഭാരം കൂടിയാണ്. അതെ, തീർച്ചയായും. പരിചരണം നൽകുന്നത് ഫിസിക്കലി മാത്രമല്ല, മെന്റലിയും ഒരുപാട് എനർജി വേണ്ട ജോലിയാണ്. ചിലപ്പോൾ വളരെ ഒറ്റപ്പെട്ടതായും തോന്നും. അതുകൊണ്ട് സ്വയം ശ്രദ്ധിക്കണം. ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുക. നന്നായി ഉറങ്ങുക. നല്ല ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ വിശ്വസിക്കാവുന്നവരോട്, സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഇതുപോലെ പരിചരണം നൽകുന്ന മറ്റുള്ളവരോടോ സംസാരിക്കുന്നത് ഒരു ആശ്വാസമാകും. ഓർക്കുക, ആരോഗ്യമുള്ളൊരു പരിചാരകന് മാത്രമേ രോഗിയെ നന്നായി നോക്കാൻ കഴിയൂ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതൊരു സ്വാർത്ഥതയല്ല. നമ്മള് വ്യക്തിശുചിത്വം, ഉപകരണങ്ങളുടെ ശുചിത്വം, PPE ഒക്കെ പറഞ്ഞു. ഇനി രോഗി കിടക്കുന്ന ആ ഒരു ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കുന്നത്, അതിന് ഈ അണുബാധ നിയന്ത്രണത്തില് എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായുമുണ്ട്. നല്ല പങ്കുണ്ട്. വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് ഇൻഫെക്ഷൻ സാധ്യത ഒരുപാട് കുറയ്ക്കും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: വായ നോക്കാനുള്ള സാധനങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, മൗത്ത് വാഷ്, പഞ്ഞി, പാത്രങ്ങൾ അതൊക്കെ ഒരു പ്രത്യേക ട്രേയിലോ പെട്ടിയിലോ രോഗിയുടെ ബെഡിനടുത്ത്, പക്ഷെ കുറച്ച് മാറി വൃത്തിയുള്ളൊരിടത്ത് വയ്ക്കുക. ഭക്ഷണ സാധനങ്ങളുടെയോ മരുന്നുകളുടെയോ കൂടെ വയ്ക്കരുത്. രോഗിക്ക് വായ തുടയ്ക്കാനും മറ്റും ഉപയോഗിക്കുന്ന ടവല്, നാപ്കിൻ അതൊക്കെ വേറെ തന്നെ വയ്ക്കുക. അത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ദിവസവും കഴുകി ഉണക്കണം. ദിവസവും കുറച്ചുനേരം മുറിയിലെ ജനലൊക്കെ തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചവും കടക്കാൻ അനുവദിക്കുക. വെന്റിലേഷൻ: ഇത് റൂമിലെ അണുക്കളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും. രോഗിയുടെ ബെഡിന്റെ സൈഡിലുള്ള റെയില്, അടുത്തുള്ള മേശ, കസേരയുടെ കൈപ്പിടി, അതായത് രോഗി എപ്പോഴും തൊടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, സർഫസസ്, അതൊക്കെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അണുനാശിനി ലായനി ഉപയോഗിച്ച് തുടയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ
ഈ പരിചരണം നടത്തുമ്പോൾ വീട്ടിലെ പെറ്റ്സിനെ ആ ഭാഗത്ത് വരാതെ നോക്കണം. വൃത്തിയുള്ള ചുറ്റുപാടുകൾ വായിലെ ഇൻഫെക്ഷൻ മാത്രമല്ല, ബെഡ് സോഴ്സ്, ശ്വാസകോശത്തിലെ അണുബാധ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ തടയാനും സഹായിക്കും. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അറിയാതെ കുറച്ച് ഉമിനീരോ രക്തമോ നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ കയ്യിലെ ഒരു ചെറിയ മുറിവിലൊക്കെ തെറിച്ചെന്ന് വരാം. അങ്ങനെ വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പേടിക്കേണ്ട. പക്ഷേ ഉടനെ ചില കാര്യങ്ങൾ ചെയ്യണം. തൊലിയിലാണ് തെറിച്ചതെങ്കിൽ ആ ഭാഗം അപ്പോൾ തന്നെ ധാരാളം സോപ്പും ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. മുറിവുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. കണ്ണിലാണ് തെറിച്ചതെങ്കിൽ ഉടനെ നല്ല ശുദ്ധമായ വെള്ളം, ടാപ്പിലെ വെള്ളമായാലും മതി, ഉപയോഗിച്ച് കണ്ണ് നന്നായി കഴുകുക. ഒരു 5 മിനിറ്റെങ്കിലും കഴുകുന്നത് നല്ലതാണ്. കണ്ണ് തിരുമരുത്. ഈ വിവരം നിങ്ങളുടെ അടുത്തുള്ളൊരു ആരോഗ്യ പ്രവർത്തകനെ അറിയിക്കണം. ആശാവർക്കറോ ഹെൽത്ത് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ലിനിക്കിലെ നഴ്സോ ഡോക്ടറോ ആരാണെങ്കിലും അവർക്ക് വേണ്ട നിർദ്ദേശം തരാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കുന്ന രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV പോലുള്ള എന്തെങ്കിലും പകർച്ചവ്യാധിയുള്ളതായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായും ഈ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. അവരുടെ ഉപദേശം തേടണം. നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്നും കുറച്ചുകാലം ശ്രദ്ധിക്കണം. പെട്ടെന്ന് പ്രതികരിച്ചാൽ അപകടസാധ്യത ഒരുപാട് കുറയ്ക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യഥാർത്ഥ അനുഭവം അല്ലെങ്കിൽ ഒരു ഉദാഹരണം, കേസ് എക്സാമ്പിൾ പറയാമോ? ചിലപ്പോ കഥ കേൾക്കുമ്പോഴായിരിക്കും ഇത് മനസ്സിൽ നന്നായി ഉറയ്ക്കുന്നത്. പറയാം. ഒരു ഉദാഹരണം. ഒരിടത്ത് പ്രായമായ 2 സഹോദരങ്ങൾ. അവരെ ഒരേ വീട്ടിൽ ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം. ഒരേ ടൂത്ത് ബ്രഷാണ് 2 പേർക്കും ഉപയോഗിച്ചിരുന്നത്. ഉപയോഗം കഴിഞ്ഞ് നന്നായി സോപ്പിട്ട് കഴുകിയാൽ മതി എന്നായിരുന്നു പുള്ളിയുടെ ധാരണ. ബ്രഷ് കാണാൻ വൃത്തിയായിരിക്കും, അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞില്ല, 2 പേർക്കും വായിലെ ഒരേപോലത്തെ ഫംഗസ് ഇൻഫെക്ഷൻ, ഓറൽ ത്രഷ് വന്നു. പിന്നീട് ഈ ഇൻഫെക്ഷൻ കൺട്രോളിനെക്കുറിച്ച് ക്ലാസ് കിട്ടിയപ്പോഴാണ് അയാൾക്ക് അബദ്ധം മനസ്സിലായത്. ഉടനെ അയാൾ 2 പേർക്കും വേറെ വേറെ ബ്രഷ് വാങ്ങി. ഗ്ലൗസൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ തുടങ്ങി. മറ്റു കാര്യങ്ങളും ശ്രദ്ധിച്ചു. അധികം വൈകാതെ 2 പേരുടെയും വായിലെ ആ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറി. ഇതിലെ പാഠം വളരെ സിമ്പിളാണ്. വായ നോക്കാനുള്ള ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ടൂത്ത് ബ്രഷ്, അതൊരിക്കലും ഷെയർ ചെയ്യരുത്. ഓരോരുത്തർക്കും അവരവരുടേത് മാത്രം. ആ ഒരു ചെറിയ വേർതിരിവ് പോലും വലിയ വ്യത്യാസമുണ്ടാക്കും. വളരെ നല്ല ഉദാഹരണമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശദമായ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. പ്രധാനമായും ഓർത്തിരിക്കേണ്ടത് കൈകൾ ഓരോ തവണയും മുൻപും ശേഷവും ശരിയായി കഴുകുക. സംരക്ഷണം, ഗ്ലൗസും മാസ്കും എപ്പോഴും ഉപയോഗിക്കുക. ഉപകരണങ്ങൾ, ഓരോരുത്തർക്കും പ്രത്യേകം ടൂൾസ്, പ്രത്യേകിച്ച് ബ്രഷ്, ഷെയർ ചെയ്യരുത്. ശുചീകരണം, ഉപയോഗം കഴിഞ്ഞ് നന്നായി കഴുകുക, ആവശ്യമെങ്കിൽ അണുവിമുക്തമാക്കുക, ഉണക്കി സൂക്ഷിക്കുക. മാലിന്യം, ഉപയോഗിച്ചവ സുരക്ഷിതമായി ബാഗിലാക്കി കെട്ടി നിർമ്മാർജ്ജനം ചെയ്യുക. ചുറ്റുപാടുകൾ, രോഗിയുടെ ചുറ്റുമുള്ള സ്ഥലം വൃത്തിയായി നല്ല വായുസഞ്ചാരത്തോടെ സൂക്ഷിക്കുക. സ്വയം പരിചരണം, രോഗിയെ നോക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ആരോഗ്യവും സുരക്ഷയും നോക്കുക. ഇന്നത്തെ ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, ഒരു ചിന്ത എന്തായിരിക്കും? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതായിരിക്കും: സുരക്ഷ തുടങ്ങുന്നത് അറിവിൽ നിന്നാണ്, പക്ഷെ അത് പൂർത്തിയാകുന്നത് നമ്മളത് ചെയ്യുമ്പോഴാണ്. അതായത് ഓരോ തവണ നമ്മൾ ശ്രദ്ധിച്ച് കൈ കഴുകുമ്പോഴും, ഒരു നല്ല ഗ്ലൗസ് ഇടുമ്പോഴും, അല്ലെങ്കിൽ ഒരാളുടെ ബ്രഷ് മറ്റൊരാൾക്ക് കൊടുക്കാതെ മാറ്റിവെക്കുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ആ അണുബാധയുടെ ചങ്ങലയിലെ ഒരു കണ്ണിയാണ് മുറിക്കുന്നത്. ഓർക്കുക, ഈ അണുബാധ നിയന്ത്രണം എന്നത് പേടിക്കേണ്ട ഒന്നല്ല. ഇത് നമ്മൾ നോക്കുന്നവരോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്, അവരുടെയും നമ്മുടെയും ജീവനോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. Safety begins with awareness and ends with action. Every time we wash our hands carefully, we are breaking a link in the chain of infection. Infection control isn't about fear. It's about the love, respect, and responsibility we have for the lives we care for, including our own. വളരെ നന്നായി പറഞ്ഞു. ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഒന്ന് ആയോജിക്കാൻ ഒരു ചോദ്യം. ഇപ്പോൾ നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തിയുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ
ഇന്ന് നമ്മൾ പറഞ്ഞ ഈ സുരക്ഷാ കാര്യങ്ങൾ അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്നുണ്ട്? ചിലപ്പോൾ എല്ലാം പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് കേട്ടതിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലെ ആ പരിചരണ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഒരുപക്ഷെ നാളെ തന്നെ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്തായിരിക്കും? അതൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു ചെറിയ മാറ്റം മതി ചിലപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ. ഓർക്കുക, ഇത് 12 ഘടകങ്ങളുള്ള ഒരു ഓഡിയോ പഠന പരമ്പരയാണ്. അതിലെ 7ാമത്തെ ഭാഗമാണിത്. കിടപ്പിലായവരുടെയും സാന്ത്വന പരിചരണത്തിലുള്ളവരുടെയും വായുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കാണാം. നന്ദി.